ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? മാധുമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങളുടെ രാജേഷ് ചേട്ടൻ്റെ ഹൗസ് വാമിംഗ് ആണ്. അപ്പം ഞങ്ങളെല്ലാവരും ചേർന്ന് ഇവിടെ വന്നിരിക്കുകയാണ്. രാജേഷ് ചേട്ടൻ്റെ ഒരുപാട് കാലത്തെ സ്വപ്നമാണ് ഇന്നിവിടെ പൂവണിഞ്ഞിരിക്കുന്നത്. ഈ ഒരു സന്തോഷത്തിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അപ്പോൾ ആദ്യം രാജേഷ് ചേട്ടനും ശുഭചേച്ചിക്കും ആശംസകൾ നേരുന്നു. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ നമ്മുടെ ഈ സന്തോഷത്തിൽ പങ്കുചേരാനായിട്ട് എത്തിയിട്ടുണ്ട്. ചേട്ടൻ്റെ കൂട്ടുകാരായിട്ടും നമ്മുടെ ഫാമിലി മെമ്പേഴ്സും എല്ലാവരും വന്നിട്ടുണ്ട്. അതീവ സന്തോഷ നിറവിലാണ് ഞങ്ങളെല്ലാവരും. ചേട്ടൻ്റെ സ്വപ്ന സാഫല്യമാണ് ഇന്നിവിടെ പൂവണിഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഏകദേശം രാവിലെ 8 മണിയോടുകൂടി തന്നെ പാലുകാച്ചലുണ്ടായിരുന്നു. അതിനുശേഷം ഉച്ച കഴിഞ്ഞാണ് നമ്മുടെ ഈ ഫംഗ്ഷൻ ഇവിടെ റെഡിയാക്കിയിരിക്കുന്നത്. ഒരുപാട് ആളുകളുടെ ക്ഷണമുണ്ടായിരുന്നു. നമ്മൾ വിളിച്ച എല്ലാവരും തന്നെ ഇവിടെ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഗൈസ്, നമുക്ക് ചേട്ടൻ്റെ വീടിനകത്തെ ഉൾവശം എല്ലാം ഒന്ന് കാണാം. ഫസ്റ്റ് നമ്മൾ വന്നിരിക്കുന്നത് മേളത്തെ നിലയിലാണ്. ഇവിടെ ഒരു റൂമും നല്ല വലിയൊരു ഹാളും ബാൽക്കണിയും ഒക്കെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു സ്റ്റെയറും ഇവിടെ ചെയ്തിട്ടുണ്ട്. വളരെ ഭംഗിയോടുകൂടി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ കയറി വരുന്ന സമയത്ത് നല്ല അടിപൊളി ഒരു സിറ്റ് ഔട്ട്, അതായത് 3 വശവും 2 വശവും ചേർന്ന രീതിയിലാണ് ഈ സിറ്റ് ഔട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഹാള് വളരെ വലിയ ഹാള് തന്നെയാണ്. 2 മുറിയും പൂജാമുറിയും അതുപോലെ അടുക്കളയും ആണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് റൂമും ഉണ്ട്. അടുക്കള വന്നിരിക്കുന്നത് ഓപ്പൺ കിച്ചനാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തേക്കുന്നത്. അതുപോലെ അടിപൊളിയായിട്ടാണ് നമ്മുടെ വീട് സെറ്റാക്കിയിരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാട്ടോ. കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം നമ്മളെ അറിയിക്കുക. കണ്ടോ, ഓപ്പൺ കിച്ചനാണ് നമ്മൾ ഇവിടെ സെറ്റാക്കിയിരിക്കുന്നത്. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യണേ മക്കളെ. നമ്മുടെ ഈ പ്രോഗ്രാം വൻ വിജയമാക്കി തീർത്ത കുറേ കലാകാരന്മാരുണ്ട്. അവരെ നമ്മൾ വിട്ടുപോകാൻ പാടില്ല. നല്ല രീതിയിൽ അടിപൊളി സോങ്ങുകളൊക്കെ പാടി നമ്മളെ അത്രയും രസിപ്പിച്ച ഒരുപാട് കലാകാരന്മാരുണ്ട് നമ്മുടെ ഈ കൂട്ടത്തിൽ. നമ്മുടെ കുഞ്ചേട്ടയുടെയും ശുഭചേച്ചിയുടെയും കൂട്ടുകാരിയും ഒക്കെയാണ് ഇവിടെ പെർഫോമൻസ് ചെയ്തത്. നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള ഗായകരെ പോലെ തന്നെ അവർ അത്ര പഞ്ച്വാലിറ്റിയിൽ തന്നെയാണ് അവർ ചെയ്തിരുന്നത്. അതിന് ആദ്യം അവർക്ക് വലിയൊരു താങ്ക്സ്. അതുപോലെ തന്നെ കൺഗ്രാജുലേഷൻ. അവിടെ വന്നവരെല്ലാവരും പാട്ട് നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. അതുപോലെ തന്നെ നമ്മുടെ സുബിച്ചേച്ചിയുടെ പിള്ളേരും നല്ല രീതിയിൽ പാടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇനി ഫുഡിൻ്റെ കാര്യങ്ങളിലേക്ക് പോരാം. അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. ബിരിയാണി ഉണ്ടായിരുന്നു, അപ്പം ഉണ്ടായിരുന്നു, അതുപോലെ നല്ല ഫുഡുകളൊക്കെ ആയിരുന്നു. ഞങ്ങൾക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടു. എല്ലാവരും ഫുഡ് നല്ല രീതിയിൽ ആസ്വദിച്ച് കഴിക്കുന്നുണ്ട്. എല്ലാവർക്കും വളരെയേറെ ഇഷ്ടമായി. അപ്പം നമ്മുടെ ശുഭചേച്ചിയും വളരെ സന്തോഷത്തോടെയാണ് നിൽക്കുന്നത്. ചേച്ചിയുടെയും സ്വപ്ന സാഫല്യമാണല്ലോ അല്ലേ നടക്കുന്നത്. അപ്പം കൂട്ടുകാരെ, നമ്മുടെ ഈ ഒരു മൊമെൻ്റ്, ഈ ഒരു വീഡിയോ, ഈ ഒരു മൊമെൻറ്റിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ ഒന്നും കൂടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ വീട്ടിലെ ഓരോരുത്തരും നമ്മളുടെ വീഡിയോസ് എല്ലാം കാണുന്നവരായിരുന്നു. വന്നവരെല്ലാവരും തന്നെ നമ്മളോട് അത് പറയുകയുണ്ടായി. ഞങ്ങൾക്കും വളരെ സന്തോഷം. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ്, നമ്മുടെ വ്യൂവേഴ്സ്, നമ്മളുടെ വീഡിയോ കാണുന്ന ആളുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ സന്തോഷമാണ്. അത് എത്ര പറഞ്ഞാലും നമുക്ക് മതിയാവില്ല. അതുപോലെ നമ്മൾക്ക് സന്തോഷമാണ്. അങ്ങനെ ഒരുപാട് പേര് നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ടല്ലോ എന്നുള്ളൊരു ചാരിതാർത്ഥ്യം, അതുപോലെ തന്നെ സന്തോഷം. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ഒരു ലൈക്ക് തരണേ. അപ്പോൾ കൂട്ടുകാരെ, എല്ലാവരും എന്നോട് പാടാൻ പറഞ്ഞു. പാടി മാത്രം ഞാൻ നിങ്ങളെ ശല്യപ്പെടുത്തുന്നില്ല, അല്ലാതെ തന്നെ ഒരുപാട് ശല്യം ചെയ്യുന്നുണ്ടല്ലോ അല്ലേ. ഈ വീഡിയോയ്ക്ക് ഫുള്ള് പാട്ടിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് തന്നെയുണ്ട്. നമുക്കതൊന്നും ഇടാൻ പറ്റാത്തത് കോപ്പിറൈറ്റിൻ്റെ പർപ്പസ് ഉള്ളതുകൊണ്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, കോപ്പിറൈറ്റ് ഉള്ളതുകൊണ്ടാണ് കേട്ടോ നമുക്ക് ഈ വീഡിയോസിൻ്റെ കൂട്ടത്തിൽ പാട്ട് പാടുന്നത് ഇടാൻ പറ്റാത്തത്. ആ പാടുന്ന ഗായകരുടെ ആ ഒരു പാട്ട് നമുക്ക് ഇടാൻ പറ്റില്ല. അത് യൂട്യൂബിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും നമുക്ക് കോപ്പിറൈറ്റ് വരും. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോഴേക്കും എൻ്റെ പാട്ട് ഇട്ടില്ലല്ലോ എന്നുള്ളവർക്ക് സങ്കടമൊന്നും വേണ്ട. നമുക്ക് ആ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് കേട്ടോ ഇടാത്തത്. അപ്പോൾ കൂട്ടുകാരെ, ഇനിയും നമ്മുടെ ഒരുപാട് വീഡിയോസ് ഇതുപോലെ വരാനുണ്ട്. ഞങ്ങളുടെ ഫാമിലിയുടെ ഒരു വളരെ എൻജോയ്മെൻ്റ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞങ്ങൾ വീണ്ടും ഇടുന്നുണ്ട്. അപ്പം മാധു മീഡിയയിൽ ഇനിയും വീഡിയോസ് നിങ്ങൾക്ക് വീണ്ടും കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം ദയവായി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. അപ്പം നമ്മുടെ ഇനിയും ഒരുപാട് വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പം ഒരിക്കൽ കൂടി കുഞ്ചേട്ടായിക്കും ശുഭചേച്ചിക്കും 1000 നന്ദി പറഞ്ഞുകൊണ്ടും അവർക്ക് ഒരുപാട് ഈ ഭവനത്തിലൂടെ അവർക്ക് ഒരുപാട് ഐശ്വര്യങ്ങൾ ഉണ്ടാവട്ടെ, സമാധാനവും സന്തോഷവും നിറഞ്ഞ നല്ല ജീവിതം ഉണ്ടാവട്ടെ എന്ന് ഒരിക്കൽ കൂടി നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം, ആശംസിക്കാം. അപ്പം
ഇനിയും പുതിയൊരു വീഡിയോയിലേക്ക് വരുന്നത് വരെ എല്ലാവർക്കും ശുഭരാത്രി, സുഖനിദ്ര. ഓക്കെ, ബായ്.